താങ്കൾ റാഫിയായിട്ട് കൂട്ടിയെടുത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ എക്സ്പെക്ട് ചെയ്യരുത്, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്താ റിവ്യൂസിനെ അതിനെ പേടിക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, എന്താ പറയുക, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിഖ്, നാദിർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്നാ ചിരിയുണ്ട്, പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. മുബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ മുബിനാണ് ഈ സിനിമയിലെ മെയിൻ റോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൽ മുബിനാണ് കർശനമായിട്ടും തോന്നിയ എന്തുകൊണ്ടാണ് അങ്ങനെയല്ല. ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. ഇത് എവിടെ ഇരുന്നത് പുറത്തുപറയാൻ കൊള്ളില്ലാത്ത സാധനമാണ്. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇത് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അന്വേഷിക്കാൻ പോയില്ലടാ. ഇല്ലേ, ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് മൂവിന്. ഞാൻ റാഫിഖയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞെടുക്കും. ഞാൻ റാഫിഖയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ കേടപ്പടത്തിലെന്ന് വെച്ച്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിക്കൊടി കേട്ട് മറ്റു ചെവിക്കൊടി കളഞ്ഞ്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഞാനതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ്.